നിന്ന് രക്തമുറ്റിയത്. സഹിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? സമൂഹത്തിന് സഹിക്കാൻ പറ്റുമോ? ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടായിട്ടല്ലേ അല്ലാഹു തആല സ്നേഹത്തോടെ മലക്കിനെ പറഞ്ഞയച്ചത്. ഒന്നവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ തരിപ്പണമാക്കി കളയാം. പക്ഷേ അവിടുത്തെ സ്നേഹ സമീപനമാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്റെ കുടുംബമാണല്ലോ. വേണ്ട ജിബ്രീൽ വേണ്ട. അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിപ്പിച്ചതും സ്വന്തം ചെയ്യാൻ അവർ മടിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചതും അവരെന്റെ കുടുംബക്കാരായത് കൊണ്ട് തന്നെയാണ്. അവർക്കറിവില്ലല്ലോ, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അവരറിവില്ലാത്തവരല്ലേ, പുറത്തു കൊടുക്കണം അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. അർജു അൻ യഖ്റുജ മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു. തലമുറകൾ എത്രയോ കഴിയുമ്പോ ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരാള്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാള് വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. എനിക്കതാണ് വേണ്ടത്. പകപോക്കുന്ന സ്വഭാവം എനിക്കില്ല. പകരത്തിന് പകരം കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. വിട്ടുവീഴ്ചയാ തങ്ങൾ കാണിച്ചത്. വിട്ടുവീഴ്ച മനോഭാവമാ തങ്ങൾ കാണിച്ചത്. പകരം വീട്ടാൻ ഒരു 3 അക്ഷരം മതി സഹോദരങ്ങളെ. ഒരു 3 അക്ഷരം, നഅം എന്നൊരു 3 വാക്ക്, 3 അക്ഷരം ഒരുമിച്ചുകൂടി ഒരു വാക്ക് മതി. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായി വരുന്നൊരു പ്രയാസം, ആ പ്രയാസം നികത്തുന്നതിന് സൃഷ്ടികളെക്കാൾ കൂടുതൽ പെട്ടെന്നതിന് പരിപാടി, അതിന്റെ വേണ്ട കാര്യങ്ങൾ ഒരുക്കി തരുന്നവനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേ നിലക്ക് ഏറ്റവും അധികം മഹബ്ബത്ത് കൊടുത്ത് തൃപ്തിപ്പെടുന്ന യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു വാക്ക് തങ്ങളെപ്പറ്റി പറയുമ്പോഴേക്ക് മറുപടി പറയുന്ന അല്ലാഹു തആലാന്റെ ശൈലിയല്ലേ, പതിവല്ലേ? സമൂഹത്തിൽ ആരെങ്കിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു വാക്ക് പറയുമ്പോ അല്ലാഹു തആല മറുപടി പറയാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് നോക്ക്.